ഹേ ഗൈസ്, സോ ഈ ഒരു വീഡിയോ സീരീസിലുടനീളം നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ എന്നുള്ളത് ജസ്റ്റ് സിലബസ് കംപ്ലീഷൻ, റിവിഷൻ, പ്രാക്ടീസ് ഇവിടെയൊന്നും അവസാനിക്കേണ്ട ഒരു പ്രോസസ്സല്ല. മറിച്ച് റിയൽ പ്രിപ്പറേഷൻ എന്നുള്ളത് ദാറ്റ് ഷുഡ് ആക്ച്വലി എൻഡ് അറ്റ് എക്സാം റെഡിനെസ്. പല ആസ്പിരൻസും പ്രിപ്പറേഷൻ സാധാരണഗതിയിൽ ഒരു അക്കാഡമിക് പ്രോസസ്സ് പോലെയാണ് അപ്രോച്ച് ചെയ്യുക. അതായത് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നു, റിവിഷൻ ചെയ്യുന്നു, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ നാച്ചുറലി നമ്മുടെ പ്രിപ്പറേഷൻ ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എന്നൊരു തോന്നൽ നമുക്കുണ്ടാകും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അക്കാഡമിക് എക്സസൈസ് അല്ല. അവ യഥാർത്ഥത്തിൽ ഒരു പെർഫോമൻസ് ഇവൻറ്റ്സ് എന്ന രീതിയിൽ നമ്മൾ കാണേണ്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രിപ്പറേഷൻ്റെ ഒരു റിയൽ ഒബ്ജക്റ്റീവ് എന്നുള്ളത് ഈ സിംപ്ലി സിലബസ് കവർ ചെയ്യുക അല്ലെങ്കിൽ ഈ റിവിഷൻ ചെയ്യുക എന്നുള്ളതല്ല. റിയൽ ഒബ്ജക്റ്റീവ് ഇസ് ടു റീച്ച് ടു എ സ്റ്റേജ് വേർ യു ആർ ആക്ച്വലി എക്സാം റെഡി. ആ ഒരു ഷിഫ്റ്റാണ്, അതായത് സിംപ്ലി സ്റ്റഡിയിങ് എന്ന ഒരു സ്റ്റേജിൽ നിന്നും എക്സാം റെഡി എന്ന ഒരു സ്റ്റേജിലേക്കുള്ള ഷിഫ്റ്റ്. അതിനുവേണ്ടിയാണ് നമ്മൾക്കൊരു പ്രിപ്പറേഷൻ എക്സിക്യൂഷൻ സിസ്റ്റം ആവശ്യമായിട്ടുള്ളത്. എ സിസ്റ്റം വേർ യുവർ എഫേർട്ട് കൺസിസ്റ്റൻ്റ്ലി മൂവ് ടുവേർഡ്സ് റിസൾട്ട്സ്. ഈ ഒരു വീഡിയോയിൽ അത്തരത്തിൽ നിങ്ങളുടെ ആ ഒരു എഫേർട്ടിൻ്റെ റിസൾട്ട്സിലേക്ക് മാറ്റാനുള്ള അങ്ങനെയുള്ള ഒരു സിസ്റ്റം എങ്ങനെ നമ്മൾ ബിൽഡ് ചെയ്യും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വി ആർ ആക്ച്വലി ടോക്കിംഗ് അബൌട്ട് ഹൗ ടു ബിൽഡ് സച്ച് എ പ്രിപ്പറേഷൻ എക്സിക്യൂഷൻ സിസ്റ്റം. ഇവിടെ സ്വാഭാവികമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ്, വാട്ട് എക്സാക്ട്ലി ഡസ് എക്സാം റെഡി മീൻ? അതായത് പ്രിപ്പറേഷൻ ചെയ്യുന്ന എല്ലാവരും എത്തിച്ചേരുന്ന ഒരു സ്റ്റേജാണ്. ഈ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചു, പ്രാക്ടീസ് ചെയ്തു, പ്രിപ്പറേഷൻ ഓൾമോസ്റ്റ് ഒരു ഡൺ ആയി എന്നൊരു സ്റ്റേജ്. പക്ഷേ ഈ എക്സാം റെഡി എന്നുള്ളത് അതിനേക്കാളൊക്കെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതായത് എക്സാം റെഡിനെസ് എന്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രിപ്പറേഷൻ തിയറിറ്റിക്കലി കംപ്ലീറ്റ് ആയി എന്നുള്ളതല്ല. ഇറ്റ് മീൻസ് യുവർ പ്രിപ്പറേഷൻ ഹാസ് റീച്ച് ടു എ സ്റ്റേജ് വേർ ഇറ്റ് ഈസ് ഫുള്ളി അലൈൻഡ് വിത്ത് ദി എക്സാം റിക്വയർമെൻറ്റ്. അതായത് പ്രിപ്പറേഷനിലൂടെ നിങ്ങൾ നേടിയിട്ടുള്ള നോളജ്, കോൺസെപ്റ്റ്സ്, ഫാക്ട്സ് ഇവയെല്ലാം തന്നെ യൂസബിൾ ഫോമിലേക്ക് മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് റിയൽ ക്വസ്റ്റ്യൻ. നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഈ കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പറേഷൻ്റെ ഒരു ഫൈനൽ ഒബ്ജക്റ്റീവ് എന്നുള്ളത് കുറേ ഇൻഫർമേഷൻ അക്യുമുലേറ്റ് ചെയ്യുക എന്നുള്ളതല്ല. റിയൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ആ നോളജ്, അതായത് നിങ്ങൾ അത്തരത്തിൽ നേടുന്ന നോളജിനെ ഓപ്പറേഷണൽ ആയിട്ടുള്ളൊരു ഫോമിലേക്ക്, എക്സാമിനേഷന് വേണ്ടിയുള്ള ഓപ്പറേഷണൽ ഫോമിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആയി എന്നൊരു ഘട്ടത്തിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കേണ്ടത് മൈ പ്രിപ്പറേഷൻ ഇസ് നൗ എക്സാം റെഡി എന്നൊരു കാര്യമാണ്. അതിന് ഈ പ്രിപ്പറേഷൻ എന്നുള്ളത് വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സിക്യൂഷൻ സ്ട്രക്ചറിലൂടെ തന്നെ കടന്നു പോകണം. സോ അങ്ങനെ നമ്മൾ ഈ പ്രിപ്പറേഷനെ ഒരു സിസ്റ്റമായിട്ട് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അതൊരു റാൻഡം എഫേർട്ടായിട്ട് മാറുകയില്ല. അതിന് ക്ലിയർ ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും. അതായത് പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിക്കും വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു പർപ്പസ് ഉണ്ടായിരിക്കണം. ആ ആക്ടിവിറ്റീസ് എല്ലാം ചേരുന്നതാണ്, അത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു മാനറിൽ ചേരുന്നതിനെയാണ് നമ്മൾ ഈ സിസ്റ്റം എന്ന് പറയുന്നത്. ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള പ്രിപ്പറേഷൻ മോഡൽസ് നോക്കിയാൽ അവിടെ വളരെ കോമൺ ആയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ചില കോമ്പോണൻറ്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ അങ്ങനെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ട് ഒരു പ്രിപ്പറേഷൻ എക്സിക്യൂഷൻ സിസ്റ്റത്തിന് വേണ്ട 5 എസെൻഷ്യൽ കോമ്പോണൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ കോമ്പോണൻസ് നമ്മുടെ പ്രിപ്പറേഷനിൽ ശരിയായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് ഗ്രാജ്വലി നമ്മുടെ ഈ ഒരു എഫേർട്ട് എക്സാം റെഡിനെസ്സിലേക്കും റിസൾട്ടിലേക്കും മാറുന്നത്. സോ അങ്ങനെ ഒരു പ്രിപ്പറേഷൻ എക്സിക്യൂഷൻ സിസ്റ്റത്തിൽ വേണ്ട ആ എസെൻഷ്യൽ കോമ്പോണൻസിനെ കുറിച്ചാണ് അടുത്ത സ്ലൈഡ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദി ഫസ്റ്റ് വൺ, പെർഫോമൻസ് അവെയർനെസ്. അതായത് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു പെർഫോമൻസ് അനാലിസിസ്, അതായത് ഇപ്പോൾ ഈ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, ഇതല്ല ഈ പെർഫോമൻസ് അവെയർനെസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു നോളജ് ലെവലിലുള്ള ഒരു പ്രോസസ്സ് മാത്രമല്ല, ഇറ്റ്സ് അബൌട്ട് ഹൗ യുവർ പ്രിപ്പറേഷൻ ആക്ച്വലി ബിഹേവ്സ് ഡ്യൂറിങ് ദി എക്സാമിനേഷൻ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, ചില സമയങ്ങളിലൊക്കെ നമുക്ക് വളരെയധികം നോളജുള്ള അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അധികം കോൺഫിഡൻസ് ഉള്ള ചില റീജിയൻസിൽ എക്സാമിനേഷൻ സമയത്ത് നമുക്ക് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ചില വിഭാഗങ്ങളിലൊക്കെ വളരെ സെർട്ടൻ ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് അത് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് മിസ്സായി പോകും അല്ലെങ്കിൽ മിസ്റ്റേക്സ് വരും. അതുപോലെ ഇപ്പോൾ എക്സാമിനേഷൻ സമയത്തിന് മുൻപ് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും ടൈം അലോക്കേഷനെ കുറിച്ച്. അതായത് ഈ വിഭാഗങ്ങൾക്ക് നമുക്ക് ഈ രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യണം, അങ്ങനെ നമുക്ക് വളരെ വ്യക്തമായിട്ട് ടൈം മാനേജ് ചെയ്യണം എന്ന രീതിയിൽ. പക്ഷേ അത് എക്സാമിനേഷൻ ടൈമിൽ ഫെയിലാകും. ഇവയൊക്കെയാണ് നമ്മൾ ഈ പെർഫോമൻസ് പാറ്റേൺസ് എന്ന് പറയുന്നത്. ഈ പെർഫോമൻസ് അവെയർനെസ് എന്നത് പ്രിപ്പറേഷനിലുള്ള ആ ഒരു സ്ട്രക്ചറൽ ബിഹേവിയർ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ഒരു പെർഫോമൻസ് അവെയർനെസ് അത് നമുക്ക് വളരെ വ്യക്തമായിട്ടുണ്ട് എങ്കിൽ പ്രിപ്പറേഷൻ എന്നത് സഡൻലി കറക്റ്റബിളായിട്ടും കൺട്രോളബിളായിട്ടും മാറും. സോ നമ്മുടെ പ്രിപ്പറേഷൻ എക്സിക്യൂഷൻ സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിൽഡിംഗ് ബ്ലോക്കായിട്ട് നമുക്ക് പറയാവുന്ന ഒന്നാണ് ഈ പെർഫോമൻസ് അവെയർനെസ് എന്നുള്ളത്. ഇനി രണ്ടാമത്തേത് ഒപ്റ്റിമൈസ്ഡ് പ്രിപ്പറേഷനാണ്. നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ ഒരു ഫ്രം ദ സ്ക്രാച്ച് എന്ന രീതിയിൽ വളരെ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പോയിന്റിൽ നിന്നല്ല തുടങ്ങുന്നത്. അതായത് ഇപ്പോൾ സ്കൂൾ ലെവലിലും കോളേജ് ലെവലിലും ഒക്കെ നമ്മൾ പഠിച്ചിരുന്ന ആ രീതികൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രിപ്പറേഷൻ അപ്രോച്ചിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നായിരിക്കും. സാധാരണഗതിയിൽ നമ്മൾ ഈ അക്കാഡമിക് എക്സാമിനേഷൻസിന് പഠിക്കുമ്പോൾ, അതായത് ഇപ്പോൾ സ്കൂൾ ലെവൽ അല്ലെങ്കിൽ കോളേജ് ലെവലൊക്കെ പഠിക്കുമ്പോൾ കോൺസെപ്റ്റുകൾ വളരെ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുന്നു, കംഫർട്ടബിൾ ആയിട്ടൊരു പേസിലാണ് നമ്മൾ പഠിക്കുക.
കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ലിമിറ്റഡ് ആണ്. നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഫേസ് ചെയ്യുന്ന ഒരു കോമ്പറ്റീഷനൊന്നും നമുക്ക് ഒരു അക്കാഡമിക് എക്സാമിനേഷനും ഇല്ല. അതുപോലെ സിലബസ് കൂടുതൽ പ്രെഡിക്റ്റബിൾ ആണ്. സോ നാച്ചുറലി പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് കൂടുതൽ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുക. അതുകൊണ്ട് തന്നെ സഡൻലി അത്തരത്തിലുള്ളൊരു രീതിയിൽ നിന്ന് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ ആസ്പിരൻസ് അൺനോയിങ്ലി ഈ സെയിം പ്രിപ്പറേഷൻ ബിഹേവിയർ തന്നെ ഫോളോ ചെയ്യും. പക്ഷേ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അങ്ങനെയല്ല. പ്രിപ്പറേഷൻ എന്നുള്ളത് ഒരിക്കലും ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള ഡെപ്തിലേക്ക് പോകേണ്ട ഒരു പ്രോസസ്സുമല്ല, വളരെയധികം ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് ചെയ്യേണ്ട ഒന്നാണ്. അതായത് പ്രിപ്പറേഷൻ വളരെ ക്ലിയർ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള, ക്ലാരിറ്റിയോടുകൂടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒന്നായിരിക്കണം. ഏതൊക്കെ ടോപ്പിക്കുകൾ കവർ ചെയ്യണം, ഏതൊക്കെ ടോപ്പിക്കുകൾ ഏത് ഡെപ്ത് വരെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, ഏത് ടോപ്പിക്കുകൾക്ക് പ്രയോറിറ്റി നൽകണം. ഇനി വളരെ മിനിമലായിട്ട് പ്രിപ്പറേഷൻ വേണ്ട അല്ലെങ്കിൽ അത്രയും മതിയാവുന്ന റീജിയൻസ് ഏതൊക്കെയാണ്, ഈ ടോപ്പിക്സ് ഏത് സീക്വൻസിൽ പഠിക്കണം, പ്രിപ്പറേഷൻ്റെ ഒരു ഫ്ലോ എങ്ങനെയാണ്, എക്സാമിൻ്റെ അവയർനെസ്, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റിയോടുകൂടി അങ്ങനെ ക്ലിയർലി ഡിഫൈൻഡ് ആയിട്ടാണ് നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യേണ്ടത്. അതായത് ഒരു റാൻഡം എക്സ്പ്ലോറേഷൻ എന്ന രീതിയിൽ നിന്നും വളരെ ഡെലിബറേറ്റ്ലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, അതായത് എക്സാമിനേഷന് വേണ്ടി അത്തരത്തിൽ ഡെലിബറേറ്റ്ലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിലേക്ക് പ്രിപ്പറേഷനെ മാറ്റുക എന്നുള്ളതാണ്. അതിനാണ് നമ്മളിവിടെ ഒപ്റ്റിമൈസ്ഡ് പ്രിപ്പറേഷൻ എന്ന രീതിയിൽ നെയിം ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഈ പ്രിപ്പറേഷനെ ഒപ്റ്റിമൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇടുന്ന ആ ഒരു എഫേർട്ട് ഒരിക്കലും സ്കാറ്റേർഡ് ആയി പോകാതെ എക്സാം റെഡിനെസ്സിലേക്കും റിസൾട്ടിലേക്കും നമുക്കതിനെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി പ്രിപ്പറേഷൻ എക്സിക്യൂഷൻ സിസ്റ്റത്തിൻ്റെ അടുത്ത കോമ്പണൻ്റ് ആണ് ഓപ്പറേഷണൽ പ്രാക്ടീസ്. അതായത് ഈ കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ നോളജ് ബിൽഡ് ചെയ്യുന്നതിലാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ എഫേർട്ടൊക്കെ ഇടുക. കോൺസെപ്റ്റുകൾ പഠിക്കുക, ഫാക്റ്റുകൾ പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഇത് പ്രിപ്പറേഷൻ്റെ എസെൻഷ്യൽ പാർട്ട് തന്നെയാണ്. പക്ഷേ ഈ നോളജ് ബിൽഡ് ചെയ്യുന്നത് മാത്രം പ്രിപ്പറേഷൻ മതിയാവില്ല. ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ നോളജ് അല്ല, യഥാർത്ഥത്തിൽ ആ നോളജ് എങ്ങനെയാണ് ഓപ്പറേഷനാക്കി മാറ്റേണ്ടത് എന്നുള്ളതാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഓപ്പറേഷണൽ എന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അതായത് പ്രിപ്പറേഷനിലൂടെ നിങ്ങൾ നേടിയിട്ടുള്ള ആ ഒരു നോളജ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനുള്ള എബിലിറ്റി ആയിട്ട് മാറ്റാൻ സാധിക്കണം. മിക്ക ആസ്പിരൻസും ഈ പ്രിപ്പറേഷൻ സമയത്തും ക്വസ്റ്റ്യൻസ്, അതായത് ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ മോക്കുകൾ ഇതെല്ലാം തന്നെ സോൾവ് ചെയ്യും. പക്ഷേ ഈ സോൾവ് ചെയ്യുന്നത് പ്രധാനമായിട്ടും എത്ര മാർക്സ് നേടാനായിട്ട് സാധിച്ചു, മാർക്സിൽ ഏത് രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്, ഇത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ്. ഈവൻ ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ആ ഒരു ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാമോ ഇല്ലയോ എന്നത് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയും അനുബന്ധ വസ്തുതകൾ പഠിക്കുന്നതിന് വേണ്ടിയും ഇങ്ങനെയൊക്കെയാണ് ഈ പ്രാക്ടീസിനെ കാണുന്നത്. ഓപ്പറേഷണൽ പ്രാക്ടീസ് എന്നുള്ളത് അതിൻ്റെ ഒബ്ജക്റ്റീവ് തന്നെ സ്ലൈറ്റ്ലി ഡിഫറൻ്റ് ആണ്. ഇവിടെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത് നമ്മൾ ഈ പെർഫോമൻസ് ട്രെയിനിങ്ങിന് വേണ്ടിയാണ്. അതായത് നമ്മൾ അത്തരത്തിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യപ്പെടുമ്പോൾ അത് ഒരു നോളജിനെ മാത്രം ട്രെയിൻ ചെയ്യുന്ന ഒന്നല്ല, മറിച്ച് നമ്മൾ ആ റെക്കഗ്നിഷൻ, റീകോൾ സ്പീഡ്, ഡിസിഷൻ മേക്കിംഗ്, പാറ്റേൺ ഫെമിലിയാരിറ്റി ഇതെല്ലാം തന്നെ ട്രെയിൻ ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ പെടുന്ന ഒരു പ്രോസസ്സായിരിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണമെന്ന് പറയുന്നത് ബ്രെയിൻ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺസ് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് തുടങ്ങും, മിസ്റ്റേക്കിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചില കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് തുടങ്ങും, ഡിസിഷൻസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഫാസ്റ്ററായിട്ട് വരും. അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രിപ്പറേഷൻ എന്നുള്ളത് ഒരു നോളജ് സ്റ്റേജിൽ നിന്ന് എക്സിക്യൂഷൻ സ്റ്റേജിലേക്ക് മാറുന്നത്. ആ ഒരു ട്രാൻസിഷൻ, അതായത് നോളജ് ടു എക്സിക്യൂഷൻ എന്ന ഒരു ട്രാൻസിഷനാണ് യഥാർത്ഥത്തിൽ ഈ ഓപ്പറേഷണൽ പ്രാക്ടീസിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി അടുത്ത കോമ്പണൻ്റ് എന്ന് പറയുന്നത് കറക്ഷൻ ലൂപ്പാണ്. ഇത് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കോൺസെപ്റ്റ് കൂടിയാണ്. നമ്മൾ കഴിഞ്ഞ ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്ത ആ ഒരു വീഡിയോയിലും ഈ കാര്യം മെൻഷൻ ചെയ്തിരുന്നു. അതായത് മിക്ക ആസ്പിരൻസും ഈ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ തന്നെ ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് പഠനം, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുക, ഇതെല്ലാം തന്നെ ചെയ്യും. പക്ഷേ കുറേ സമയം കഴിഞ്ഞാലും പെർഫോമൻസിൽ വലിയ മാറ്റം കാണാനായിട്ട് സാധിക്കില്ല. അതിനുള്ളൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് എഫേർട്ട് കുറവായതുകൊണ്ടല്ല. റിയൽ റീസൺ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് സ്ട്രക്ചേർഡ് കറക്ഷനാണ്. അതായത് പ്രിപ്പറേഷനിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മിസ്റ്റേക്സ് നാച്ചുറലി വരും, ചില ക്വസ്റ്റ്യൻസ് ഒക്കെ തെറ്റിപ്പോകും, പാറ്റേൺസ് തന്നെ റിപ്പീറ്റഡ്ലി അങ്ങനെ വരും, ചില ഏരിയാസിലൊക്കെ കൺഫ്യൂഷൻസ് വരും. എന്നാൽ ആ മിസ്റ്റേക്സ് നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ പ്രാക്ടീസ് എന്നുള്ളത് സിംപ്ലി റെപ്പറ്റീഷനായിട്ട് മാറും. ഈ റെപ്പറ്റീഷൻ കൊണ്ട് ഒരിക്കലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുകയില്ല എന്നുള്ളത് ഓർക്കുക. അവിടെയാണ് കറക്ഷൻ ലൂപ്പ് ഇമ്പോർട്ടൻ്റ് ആകുന്നത്. കറക്ഷൻ ലൂപ്പ് എന്നത് യഥാർത്ഥത്തിൽ പ്രിപ്പറേഷനിൽ ഉണ്ടാകുന്ന എറേഴ്സ്, പാറ്റേൺസ്, വീക്ക്നെസ്സസ് അത് കണ്ടിന്യൂസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുകയും അവയെ ഡെലിബറേറ്റ് ആയിട്ട് കറക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മെക്കാനിസമാണ്. ഇങ്ങനെയൊരു കറക്ഷൻ ലൂപ്പ് ആക്റ്റീവ് ആകുന്ന ഘട്ടത്തിൽ പ്രിപ്പറേഷൻ ഗ്രാജ്വലി അഡാപ്റ്റീവ് ആകും, മിസ്റ്റേക്സ് അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് ഒഴിവാകും, ഈ പാറ്റേൺസ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് വിസിബിൾ ആകാൻ തുടങ്ങും, പെർഫോമൻസ് തീർച്ചയായിട്ടും ഇംപ്രൂവ് ചെയ്യും. ഇനി പ്രിപ്പറേഷൻ എക്സിക്യൂഷൻ സിസ്റ്റത്തിൻ്റെ 5th കോമ്പോണൻ്റ് ആണ് സ്റ്റെബിലൈസേഷൻ ഫേസ്. എക്സാമിനേഷന് മുൻപുള്ള ഒരു ഫൈനൽ സ്റ്റേജ് ഓഫ് പ്രിപ്പറേഷൻ പലപ്പോഴും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെടുന്ന ഒരു ഫേസ് ആണിത്. ഈ സമയത്ത് പ്രിപ്പറേഷൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ശേഷിക്കുന്ന കാര്യങ്ങൾ, പുതുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക എന്നുള്ളതല്ല. ഇറ്റ്സ് അബൌട്ട് കൺസോളിഡേറ്റിംഗ് വാട്ട് എവർ യു ഹവ് ഓൾറെഡി സ്റ്റഡീഡ്. എക്സാമിനേഷൻ നമ്മൾക്ക് ആവശ്യമുള്ള ചില എസെൻഷ്യൽ ടൂൾസ് ഉണ്ട്. അവ വളരെ വ്യക്തമായിട്ട് സ്റ്റെബിലൈസ് ചെയ്യുക, കൺസോളിഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ടൂൾസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്
സിലബസിൽ നമ്മൾക്ക് മാർക്സ് ഉറപ്പായിട്ടും നേടിത്തരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ചില ഹൈ യൂട്ടിലിറ്റി എലമെൻറ്റ്സ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചില ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റുകൾ, കീ കോൺസെപ്റ്റ്സ്, ഫോർമുലേ, റൂൾസ്, ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് പാറ്റേൺസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഇവ എക്സാമിനേഷൻ്റെ ഈ പ്രിപ്പറേഷൻ്റെ അവസാന ഘട്ടത്തിൽ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ റിവൈസ് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്തിരിക്കണം. ഈ സ്റ്റെബിലൈസേഷൻ ഇല്ലാതെ വരുമ്പോൾ സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് പലർക്കും അത് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ എക്സാം ഹാളിൽ ചില ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു വസ്തുതയാണ്, ഇത് വളരെ വ്യക്തമായിട്ട് ഞാൻ പഠിച്ചൊരു കാര്യമാണ്, പക്ഷേ ആ ഒരു സമയത്ത് അത് റീകോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ബേസിക് അരിത്മെറ്റിക്കും ഒക്കെ ആയി ബന്ധപ്പെട്ടാണെങ്കിൽ ഒരു പർട്ടിക്കുലർ പാറ്റേണിലൊരു ചോദ്യം വ്യക്തമായിട്ട് ഇത് പഠിച്ചതാണ്, പ്രാക്ടീസ് ചെയ്താണ്, പക്ഷേ ആ സമയത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല. നോളജ് ഉണ്ടായിരുന്നു, പ്രിപ്പറേഷൻ ചെയ്തിരുന്നു, പക്ഷേ അത് പ്രോപ്പറായിട്ട് സ്റ്റെബിലൈസ് ചെയ്തിട്ടില്ല. സോ സ്റ്റെബിലൈസേഷൻ ഫേസിൻ്റെ ഒരു റിയൽ പർപ്പസ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ സമയത്ത് നിങ്ങൾ ബിൽഡ് ചെയ്തിട്ടുള്ള ആ ഒരു നോളജ് എക്സാമിനേഷൻ്റെ ആ ഒരു ഘട്ടത്തിൽ വളരെ ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ ആക്സസിബിൾ ആയിട്ട് അല്ലെങ്കിൽ റെഡി ടു യൂസ് എന്ന രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഈ ഒരു ഫേസ് വളരെ വ്യക്തമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പ്രിപ്പറേഷൻ കൂടുതൽ കാമായിട്ട് അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം റെഡി ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഒരു പ്രിപ്പറേഷൻ എക്സിക്യൂഷൻ സിസ്റ്റത്തിൻ്റെ ഫൈനൽ സ്ട്രോങ് കോമ്പോണൻ്റ് ആണ് ഈ സ്റ്റെബിലൈസേഷൻ ഫേസ് എന്ന് പറയുന്നത്. പലപ്പോഴായിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ പ്രിപ്പറേഷൻ ഇസ് നോട്ട് റോക്കറ്റ് സയൻസ്. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ സിലബസ് തന്നെ നോക്കിയാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, മോസ്റ്റ് ഓഫ് ദ ടോപ്പിക്സ് നമ്മൾ സ്കൂൾ ലെവലിലുമൊക്കെ പഠിച്ച കാര്യങ്ങളാണ്. ബേസിക് ആയിട്ടുള്ള നോളജ് ഡൊമൈൻസ് ആണ് കോമ്പറ്റേറ്റീവ് എക്സാം സിലബസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഈവൻ ഗ്രാജുവേഷൻ യോഗ്യതയായിട്ട് വരുന്ന ഒരു പരീക്ഷയിൽ പോലും നിങ്ങൾ ഗ്രാജുവേഷൻ ലെവലിൽ അക്വയർ ചെയ്തിട്ടുള്ള ഒരു അക്കാഡമിക് എക്സ്പോഷറോ അല്ലെങ്കിൽ നോളജോ ഒന്നും ആവശ്യമായിട്ട് വരികയില്ല. അതിനേക്കാളും ഒക്കെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള രൂപത്തിലാണ് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ സിലബസ് കാണാനായിട്ട് സാധിക്കുക. സ്റ്റിൽ മിക്ക ആസ്പിരൻസിനും പ്രതീക്ഷിച്ച രീതിയിൽ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റാതെ പോകുന്നത് ഒരിക്കലും ലാക്ക് ഓഫ് നോളജ് കൊണ്ടോ അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഇൻ്റലിജൻസോ കൊണ്ടോ ഒന്നുമല്ല. നമ്മൾ ഈ വീഡിയോ സീരീസിൻ്റെ തുടക്കത്തിൽ മെൻഷൻ ചെയ്ത പോലെ തന്നെ എക്സിക്യൂഷനിൽ വരുന്ന ഫെയിലിയേഴ്സ് കൊണ്ടാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു കംപ്ലീറ്റ് പ്രിപ്പറേഷൻ എക്സിക്യൂഷൻ സീരീസ് ഒരു ഡിഫറൻസ് ഉണ്ടാക്കുക. അതായത് നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത കോമ്പണൻസിലൂടെ പെർഫോമൻസ് അവെയർനെസ് ചെയ്യുന്നതിലൂടെ പ്രിപ്പറേഷൻ്റെ ഒരു റിയൽ ബിഹേവിയർ നമുക്ക് മനസ്സിലാകും. ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ചെയ്യുന്നതിലൂടെ നമ്മൾ ഇടുന്ന ആ ഒരു എഫേർട്ട് റൈറ്റ് ഡയറക്ഷനിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓപ്പറേഷണൽ പ്രാക്ടീസ് നമ്മൾ ചെയ്യുമ്പോൾ നോളജിനെ എക്സിക്യൂഷൻ എബിലിറ്റി ആയിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. കറക്ഷൻ ലൂപ്പിലൂടെ ഈ പ്രിപ്പറേഷൻ കണ്ടിന്യൂസ് ആയിട്ട് റിഫൈൻ ചെയ്ത് അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്ത് വരും. ആൻഡ് വിത്ത് ദ ഫൈനൽ സ്റ്റെബിലൈസേഷൻ ഫേസ് പ്രിപ്പറേഷൻ ഏറ്റവും സ്റ്റേബിൾ ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് മാറുമെന്നുള്ളതാണ്. ഈ കോമ്പോണൻസ് വളരെ വ്യക്തമായിട്ട് ഓർഗനൈസ് ചെയ്ത് അങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പറേഷനിൽ ബിൽഡ് ചെയ്ത് അത്തരത്തിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒരു റാൻഡം എഫേർട്ടായിട്ട് മാറുകയില്ല. ആ ഒരു എഫേർട്ട് ഗ്രാജ്വലി പെർഫോമൻസിലേക്ക് ട്രാൻസ്ഫോം ആകും. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ ഒരു പെർഫോമൻസ് ആണ് നിങ്ങൾക്ക് റിസൾട്ട് നേടിത്തരിക. ആൻഡ് ദാറ്റ് ഇസ് ദ റിയൽ പവർ ഓഫ് എ പ്രിപ്പറേഷൻ എക്സിക്യൂഷൻ സിസ്റ്റം. ഈ ഒരു പ്രിപ്പറേഷൻ എക്സിക്യൂഷൻ സീരീസിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ മെൻഷൻ ചെയ്തൊരു കാര്യമാണ്, ഇത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അത്തരത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സീരീസ് അല്ല. ഇൻസ്റ്റെഡ് അതിൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് സംതിങ് വെരി ഡിഫറെൻറ്റ്. കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പറേഷൻ്റെ ഒരു റിയാലിറ്റി എന്താണ്, ആസ്പിരൻസ് എവിടെയാണ് സ്റ്റക്ക് ആവുന്നത്, എക്സിക്യൂഷനിൽ എവിടെയാണ് ഫെയിലിയേഴ്സ് വരുന്നത്, ഇവയെല്ലാം വളരെ ലോജിക്കലായിട്ടും റിയലിസ്റ്റിക് ആയിട്ടുമാണ് നമ്മൾ ഈ ഒരു സീരീസിലൂടെ എക്സ്പോസ് ചെയ്തത്. അതിൻ്റെ ഒരു കോർ ഇൻറ്റൻഷനും അതായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ബ്ലൈൻഡ് സ്പോട്ട്സ് ഒക്കെ എക്സ്പോസ് ചെയ്യുന്ന ചില വീഡിയോസൊക്കെ നിങ്ങളെ സ്ലൈറ്റ്ലി അൺകംഫർട്ടബിൾ ആക്കിയിട്ടുണ്ടാകും. ബട്ട് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ ഇംപ്രൂവ്മെൻറ്റ് ഇസ് ക്ലിയർലി സീയിങ് വാട്ട് ഇസ് ആക്ച്വലി ഗോയിങ് റോങ്. അതാണ് നമ്മൾ ഈ ഒരു സീരീസിലൂടെ കണ്ടെത്താനായിട്ട് ശ്രമിച്ചതും. ഇപ്പോൾ നമ്മൾ ഈ ഒരു സീരീസ് കൺക്ലൂഡ് ചെയ്യുന്ന ഈ ഒരു ഘട്ടത്തിൽ ഐ ജസ്റ്റ് വാണ്ട് ടു ആസ്ക് യു വൺ തിങ്, വാട്ട് ഈസ് യുവർ ഓണസ്റ്റ് ഒപ്പീനിയൻ അബൌട്ട് ദി സീരീസ്? ഈ ഒരു വീഡിയോ സീരീസ് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ്റെ ആ ഒരു ജേണിയിൽ നിങ്ങൾക്കൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് നൽകിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിലൂടെ ഷെയർ ചെയ്യൂ. ആൻഡ് ഐ മസ്റ്റ് സേ വൺ തിങ്, ഇതൊരു കൺവെൻഷണൽ ആയിട്ടുള്ള വീഡിയോ സീരീസ് ആയിരുന്നില്ല. സ്റ്റിൽ ദ കൈൻഡ് ഓഫ് റെസ്പോൺസ് ദാറ്റ് ഐ ഹവ് റിസീവ്ഡ് ഫ്രം യു ഗൈസ് ഹാസ് ബീൻ ട്രൂലി കമൻറ്റബിൾ. സോ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ഫീഡ്ബാക്ക്. സോ വളരെ സീരിയസ് ആയിട്ട് എക്സാമിനേഷനെ പ്രിപ്പയർ ചെയ്യുന്നു അത്തരത്തിലുള്ള സീരിയസ് ആസ്പിരൻസിനോട് പറയാനുള്ള ഒരു കാര്യം, ഇത്തരത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ എക്സിക്യൂഷൻ സിസ്റ്റം ബിൽഡ് ചെയ്ത് പ്രിപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട്സ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. വരും ദിവസങ്ങളിൽ അപ്കമിംഗ് എക്സാമിനേഷൻസിന് വേണ്ടി വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻ എക്സിക്യൂഷൻ ലാബ്സ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ പ്രിപ്പറേഷൻ എക്സിക്യൂഷൻ സീരീസുമായി ബന്ധപ്പെട്ട വീഡിയോസ് എല്ലാം തന്നെ ഈ ഒരു പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അതൊരു സീക്വൻസ് ആയിട്ട് കാണുന്നതിന് വേണ്ടി ശ്രമിക്കുക. ആൻഡ് ഇഫ് യു ആർ ഫസ്റ്റ് ടൈം ഹിയർ ദെൻ മേക്ക് ഷുർ ടു സബ്സ്ക്രൈബ്. Anyway, thank you so much for watching this entire series and I'll see you guys in the next one.